ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗൾ ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഈശ്വരനാമത്തിൽ നന്ദി അറിയിക്കുന്നു. മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ചില നക്ഷത്ര സവിശേഷ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഇടവം രാശിയിലും ബാക്കി പകുതി മിഥുനൻ രാശിയിലായി വരുന്നു. അതിനാൽ ഈ രണ്ട് രാശികളുടെയും സ്വഭാവ സവിശേഷതകൾ ഇവരിൽ കാണാൻ കഴിയും. ഇടവം രാശിയുടെ സ്ഥിരതയും മിഥുനൻ രാശിയുടെ അസ്ഥിരതയും, അതുപോലെ തന്നെ ഇടവൻ രാശിയുടെ സ്ത്രൈണവും മിഥുനൻ രാശിയുടെ പൗരുഷവും ഇവരിലുണ്ടാകും. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്നെ അതിനെ ശിഥിലമാക്കുന്ന പ്രവർത്തനവും ഇവർ തന്നെ നടത്തും. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ തന്നെ ഒരു കൈ നോക്കിയാലോ എന്ന് മനസ്സ് പറയും. ഇത് പിന്നീട് പല ബുദ്ധിമുട്ടുകളും വലിച്ചു വെക്കും. ഒരു കാര്യത്തിലും ഉറപ്പില്ലാത്ത പലതരത്തിലുള്ള മനസ്സായിരിക്കും ഇവരുടേത്. മൃഗേതുമാന്യ വനിതാസ്വരൂപ പ്രസന്നവാക്യ പ്രിയഭൂഷണാച്ച നാനാസ്ത്രവസ്ത്രാന്ന പരാസ്തുപുത്ര ധർമാശ്രയ സുപ്രതനുപ്രസക്ത. അതായത് മകര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മാന്യതയും സൗന്ദര്യവും സംഭാഷണ ചാതുര്യമുള്ളവരും ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലും പ്രിയമുള്ളവരും ധാരാളം സമ്പത്തുള്ളവളും അന്നപാന സുഖം അനുഭവിക്കുന്നവളും ധർമ്മം വിടാത്തവളും വൃത്തിബോധമുള്ളവളും എല്ലാവരാലും ആദരിക്കപ്പെടുന്നവളും പ്രവൃത്തിയിലും വാക്കിലും സൗമ്യകളും ഭൂമിയോളം ക്ഷമയുള്ളവരും പരിതസ്ഥിതികളോട് പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്നവരും എപ്പോഴും പ്രസരിപ്പും ഉന്മേഷവും പുലർത്തുന്നവരും ഊർജ്ജസ്വലതയുള്ളവരുമായിരിക്കും. എങ്കിലും ഉള്ളിൽ എല്ലാത്തിൻ്റെയും നേരെയും സംശയമുള്ളവരും അന്വേഷണ ബുദ്ധിയുള്ളവരും തീരുമാനങ്ങളെടുക്കാൻ വളരെ പ്രയാസപ്പെടുന്നവരും സംശയവും ഉത്കണ്ഠവും ഇവരുടെ കൂടപ്പിറപ്പാണ്. ഭൗതിക ജീവിതത്തിലും അതിൻ്റെ ഭോഗപരതയിലും മുഴുകുമ്പോൾ ആത്മീയതയല്ലേ ശരിയെന്ന് വ്യാകുലപ്പെടും. എന്നാൽ ആത്മീയതയിലെത്തിയാലോ ഭൗതികതയല്ലേ ശരിയെന്നായി മറിച്ചും ചിന്തിക്കും. മകയിരം 1-ാം പാദത്തിൽ ജനിക്കുന്നവർ പരുക്കൻ മട്ടുകാരിയാകും. 2-ാം പാദത്തിൽ ജനിച്ചാൽ പ്രായോഗികമതികളുമായിരിക്കും. 3-ാം പാദത്തിൽ ജനിച്ചാൽ കലയും ബിസിനസ്സും കൂട്ടിച്ചേർത്തുള്ള ഒരു വ്യക്തിത്വമായിരിക്കും. 4-ാം പാദത്തിൽ ജനിച്ചാൽ ആഴമേറിയ വ്യക്തിത്വമുള്ളവളും അവരുടെ സ്വഭാവം ഒരു പ്രഹേളിയ പോലെ രഹസ്യവുമായിരിക്കും. മകയിര നക്ഷത്രക്കാരുടെ നക്ഷത്രദേവത ചന്ദ്രനും ജന്മനക്ഷത്രാധിപൻ ചൊവ്വയുമാണ്. യുവത്വവും പ്രസരിപ്പും എല്ലാ കാലത്തും നിലനിർത്താൻ കഴിയുന്നവരാണ് മകയിര നക്ഷത്രക്കാരിയായ സ്ത്രീകൾ. പെരുമാറ്റത്തിലെ മൃദുത്വവും സൗമ്യവും എപ്പോഴും ഉണ്ടാകും. അത് അധിക പ്രസംഗത്തിലേക്ക് പോകാതെ നക്ഷത്രദേവതയായ ചന്ദ്രൻ്റെ സ്വാധീനമുള്ളതിനാൽ ദുഷ്പേരിലേക്ക് പോകില്ല. മകയിര നാളിൻ്റെ ചിഹ്നം മാനാകയാൽ മാനിൻ്റെ നിഷ്കളങ്കതയും ഭയന്ന പ്രകൃതവും സംശയിക്കുന്ന ശീലവും ഇവരുടെ ഒരു സ്വഭാവ രീതിയാണ്. എത്ര അടുത്തു പഴകുമ്പോഴും അകൽച്ച സൂക്ഷിക്കുന്നവരാണിവർ. ഓരോ കാര്യം ചെയ്യാൻ മുതിരുമ്പോഴും ഇത് ശരിയാകുമോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതുകൊണ്ട് ഇത് പലപ്പോഴും ഇവരുടെ കാര്യക്ഷമതയെ ബാധിക്കുന്നു. സുന്ദരോ ദാനശീലശ്ച മതിമാൻ സരളസദ അല്പപൂജി മഹാപ്രജ്ഞോ നാരോ ദേവഗണോ ഭവേൽ. അതായത് മകയിര നക്ഷത്രം ഒരു ദേവഗണ നക്ഷത്രമായതിനാൽ സൗന്ദര്യം, ദാനശീലം, ബുദ്ധിവൈഭവം, മിതഭക്ഷണർ, വലിയ പ്രതിഭാശാലികളും സ്വാത്വികരുമായിരിക്കും ഇവർ പൊതുവെ ഭാഗ്യശാലികളുമായിരിക്കും. ഇടവക്കൂറിൽ ജനിച്ച മകയിരം സ്ത്രീകൾ സൽഗുണ സമ്പന്നവതികളായിരിക്കും. ഉയർന്ന വിദ്യ നേടുന്നവരും ഉയർന്ന വിവേകബുദ്ധിയുള്ളവരുമായിരിക്കും. വേദം, പുരാണം തുടങ്ങിയ വിജ്ഞാനശാഖകളിൽ അറിവുള്ളവളും തീർത്ഥാടനം, ദൈവിക കാര്യങ്ങൾ എന്നിവയ്ക്ക് എത്ര തിരക്കുണ്ടായാലും സമയം കണ്ടെത്തുന്നവളും നല്ല ധനസമ്പാദ്യവും നല്ല ഭർത്താവും കുട്ടികളും അടങ്ങിയ സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്നവളുമായിരിക്കും. ഇടവം ഒരു ജലരാശിയും ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രവും ശുക്രൻ്റെ സ്വക്ഷേത്രവുമായതിനാൽ മൃദുത്വവും ആർദ്രതയും കാരുണ്യവും സഹജീവി സ്നേഹവും ഇവരുടെ രക്തത്തിൽ അരിഞ്ഞ വികാരങ്ങളായിരിക്കും. ശുക്രൻ കലകളുടെ കാരകഗ്രഹമായതിനാൽ ഇവർക്ക് നല്ല കലാബോധവും സൗന്ദര്യാഭിരുചിയും ഉണ്ടാവും. സംഗീതം, ചിത്രകല, സിനിമ, നാടകം ഇവരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. മൃദുവായതും ആകർഷകവുമായ വസ്ത്രധാരണ രീതിയായിരിക്കും ഇവരുടേത്. ഒരു ഗ്രഹത്തിനും നീചമല്ലാത്ത രാശിയാണ് ഇടവം. അതിനാൽ ഇവർ എത്ര താഴേക്ക് വന്നാലും മോശമായതോ നിന്ദ്യമായോ ആയ പെരുമാറ്റം ഇവരിൽ നിന്നും ഒരിക്കലും ഉണ്ടാകില്ല. വീട്, വാഹനം എന്നിവ എപ്പോഴും മോടിയായി സൂക്ഷിക്കുന്നവരും
വിനോദത്തിനും മാനസികോല്ലാസത്തിനും കൂടുതൽ സമയം കണ്ടെത്തുന്നവരും ശരീര സൗന്ദര്യം നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും ഇവർ. ഇവരുടെ സൗഹൃദങ്ങളിൽ അധികവും എതിർലിംഗത്തിൽപ്പെട്ടവരായിരിക്കും. മകയിര നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങളിൽ ജനിക്കുന്നവർ മിഥുനക്കൂറുകാരാണ്. ബൗദ്ധികതയും ഭൗതികതയും സമം ചേരുന്ന ഒരു രാശിയാണ് മിഥുനം. ഇടവക്കൂറിൻ്റെ അത്ര തീവ്രമല്ല മിഥുനക്കൂറുകാരുടെ വൈകാരികത. മിഥുനം ഒരു ഉഭയരാശിയായതിനാൽ 2 തരം രീതികളും സ്വഭാവങ്ങളും ഇവർക്കുണ്ടാകും. ബുദ്ധിപരമായി പ്രവർത്തിക്കേണ്ടിടത്ത് ചിലപ്പോൾ വൈകാരികമായ തീരുമാനങ്ങളെടുക്കും. എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടിടത്ത് വിരക്തരെ പോലെ പെരുമാറും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതു റോളും കൈക്കൊള്ളാൻ ഇവർക്ക് കഴിയുമെന്ന് ചുരുക്കം. മിഥുനക്കൂറുകാരായ മകയിര നക്ഷത്രക്കാരികൾക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. വേണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കാൻ കഴിയാതെ ഇവർ പലപ്പോഴും കുഴഞ്ഞുപോകും. ശരിതെറ്റുകളെക്കുറിച്ച് സൂക്ഷ്മജ്ഞാനം ലഭിക്കാതെ വിഷമിക്കും. എന്നാൽ ബുധൻ രാശിനാഥനായതിനാൽ നല്ല വിദ്യാഗുണവും ലോകപരിചയവും ഉണ്ടാകും. പലവിധത്തിലുള്ള സമ്പത്തുകളും വന്നുചേരും. പരോപകാരത്തിലും വളരെ ശ്രദ്ധയും താല്പര്യമുള്ളവരായിരിക്കും. വീട്ടിലും നാട്ടിലും സഭകളിലും സമാജങ്ങളിലും ജോലിസ്ഥലത്തും പ്രശംസ തേടും. മിഥുനക്കൂറുകാരായ മകയിര നാളുകാരികൾക്ക് പരഹൃദയജ്ഞാനം വളരെ കൂടുതലാണ്. മറ്റുള്ളവരുടെ മനസ്സ് ഇവർ പെട്ടെന്ന് ഗ്രഹിക്കുന്നു. മകയിര നക്ഷത്രത്തിൻ്റെ ജന്മനക്ഷത്ര ദേവത ചന്ദ്രനാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ചന്ദ്രൻ ഒരു ശുഭഗ്രഹമായതിനാൽ മകയിര നാളുകാരികൾക്ക് ജന്മനാൽ തന്നെ ചില ശുഭത്വങ്ങൾ ഒക്കെയുണ്ട്. എങ്കിലും സാഹചര്യങ്ങൾ ഇവരെ ഒരു പരുക്കൻ മട്ടുകാരാക്കി മാറ്റും. ചന്ദ്രൻ്റെ പ്രധാന പ്രകൃതം ആരോഹണ അവരോഹണ ആവൃത്തിയിലൂടെ കടന്നുപോകുന്ന ജീവിതമാണ്. ചന്ദ്രൻ വൃത്തിക്ഷയങ്ങളുടെ ഗ്രഹമാണ്. അതിനാൽ മകയിര നാളുകാരികളുടെ ജീവിതവും എപ്പോഴും ഭാഗ്യനിർഭാഗ്യങ്ങളുടെ പരിധിയിലായിരിക്കും. വെളുത്തപക്ഷത്തിൽ ആരോഹണത്തിൻ്റെ കയറ്റവും കൃഷ്ണപക്ഷത്തിൽ അവരോഹണത്തിൻ്റെ അനുക്രമമായ ഇറക്കവും മകയിര നാളുകാരികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. വളർച്ചയുടെ പൂർണ്ണതയുടെ തൊട്ടു പിന്നാലെ എത്തി തളർച്ചയും തളർച്ചയുടെ തൊട്ടു പിന്നാലെ എത്തി വളർച്ചയും നൽകിക്കൊണ്ടിരിക്കും. ഇത് മകയിര നാളുകാരികളുടെ ഒരു പ്രത്യേകത ജീവിത അനുഭവം തന്നെയാണ്. മകയിര നാളുകാരുടെ നക്ഷത്രദേവത ചന്ദ്രനാകിയാലും ഭാഗ്യരാശിയുടെ അധിപൻ ശനിയുമാകിയാൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഫലം വളരെ വൈകിയേ ലഭിക്കൂ. അതിന് പ്രധാന കാരണം രാശി വിട്ടു പോകുമ്പോൾ മാത്രം ഫലം തരുന്ന ഗ്രഹങ്ങളാണ് ചന്ദ്രനും ശനിയും എന്നുള്ളതാണ്. ഷഡ്രസങ്ങളിൽ ഉപ്പാണ് ചന്ദ്രൻ്റെ രസം. ഉപ്പ് സൂക്ഷിച്ച് വേണമല്ലോ ഉപയോഗിക്കാൻ, കൂടിയാൽ അത് വളരെ ദോഷം ചെയ്യും. അതുപോലെ തന്നെ ചന്ദ്രൻ നക്ഷത്രദേവതയായിട്ടുള്ള മകയിര നാളുകാരുടെയും കാര്യം. മകയിര നാളുകാരികൾക്ക് വീട്ടിലായാലും തൊഴിലിടത്തായാലും അവരുടേതായ ഒരിടമുണ്ട്. ആ ഇടമേ അവർക്ക് കൊടുക്കാവൂ. കൂടുതലുമാകരുത്, കുറവുമാകരുത്. അതുപോലെ തന്നെ മകയിര നാളുകാരികളോട് ഇടപെടാനും പെരുമാറാനും ചിലരെ കൊണ്ട് മാത്രമേ കഴിയൂ. എല്ലാവർക്കും അതിന് സാധിച്ചെന്ന് വരില്ല. ഇടവക്കൂറുകാരായ മകയിര നാളുകാരികൾ വിദ്യാഭ്യാസത്തോടൊപ്പം മറ്റു പല പാഠ്യേതര വിഷയങ്ങളും സാമർഥ്യം കാണിക്കും. എന്നാൽ കൂടുതലും പുഴുക്കളും പഠിത്തത്തിൽ സാമർഥ്യമുള്ളവരും ആയിരിക്കും മിഥുനക്കൂറുകാരായ മകയിര നാളുകാർ. ഗണിതം, ബാങ്കിംഗ്, ഭരണനിർവഹണം, വ്യാകരണം, സൗന്ദര്യ സംരക്ഷണം, ഫാഷൻ ഡിസൈനിങ്, വാർത്താവിതരണം, സാമൂഹ്യ സംഘടനാ നേതൃത്വം ഒക്കെ ഇവർക്ക് ചേരുന്നതാണ്. വികാരപ്രധാനികളാണ് ഇടവക്കൂറുകാർ. മിഥുനക്കൂറുകാരാകട്ടെ വിചാരത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ജീവിതശൈലിയുമായിരിക്കും. മകയിര നാളുകാരികൾക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുമെങ്കിലും ആത്മബന്ധമായി വികസിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറച്ച് മാത്രമായിരിക്കും. ബാക്കിയുള്ളവർ വെറും പരിചയക്കാരെന്ന വിശേഷണത്തിന് അപ്പുറം പോയില്ല. മകയിര നാളുകാരികളുടെ മാതൃപിതൃബന്ധം വളരെ സ്നേഹഊഷ്മളമായിരിക്കും. മാതാവിനോടായിരിക്കും കൂടുതൽ സ്നേഹം. അതിന് പ്രധാന കാരണം നക്ഷത്രദേവതയായ ചന്ദ്രൻ മാതൃകാരകൻ കൂടിയായതിനാലാകാം. അതിനാൽ മാതാവിൽ നിന്നും സ്നേഹവാത്സല്യം ഇവർക്ക് വേണ്ടുവോളം ലഭിക്കും. ഇവരുടെ പ്രതിസ്ഥാനാധിപൻ ശനിയും ജന്മനക്ഷത്രാധിപൻ ചൊവ്വയുമായതിനാൽ ചൊവ്വയും ശത്രുഗ്രഹങ്ങളാണ്. അതിനാൽ പിതാവ് പരുക്കൻ മട്ടുകാരനായിരിക്കും. അതിനാൽ പിതാവിനോട് അല്പം പേടി കലർന്ന സ്നേഹമായിരിക്കും ഇവർക്കുണ്ടാവുക. ഇവരുടെ വൈവാഹിക ജീവിതം നേരത്തെ തന്നെ ആരംഭിക്കും. സാധാരണയായി നല്ല കുടുംബജീവിതം നയിക്കാൻ ഭാഗ്യമുള്ളവരാണ് മകയിര നക്ഷത്രക്കാർ. എങ്കിലും ഭർത്താവിൻ്റെ മേൽ ഇവരുടെ ഭരണം ചിലപ്പോൾ കൂടിയെന്നു വരാം. മനസ്സിനിണങ്ങിയ പങ്കാളിയെ ഇവർക്ക് ലഭിക്കും.
ഇടവക്കൂറുകാർക്ക് 7ാം രാശാധിപൻ ചൊവ്വയാകയാൽ ദാമ്പത്യ ജീവിതം അല്പം ക്ലേശകരമായിരിക്കാനിടയുണ്ട്. പക്ഷേ നൈസർഗികമായ സൗമ്യത കൊണ്ടും ആർജവം കൊണ്ടും ഈ അവസ്ഥയെ മറികടക്കാൻ ഇവർക്ക് കഴിയും. മിഥുനക്കൂറുകാരികളായ മകയിരനാളുകാരികളുടെ ദാമ്പത്യം കുറച്ചുകൂടി ഊഷ്മളമായിരിക്കും. ഭർത്താവിൻ്റെ മേലുള്ള അമിതമായ അധികാരം ഉപയോഗിക്കാതിരുന്നാൽ മാത്രം. സൽസന്താനങ്ങളായിരിക്കും മകയിരനാളുകാരുടേത്. തങ്ങളുടെ അനുസരണയിലും സംരക്ഷണ വലയത്തിലും കഴിയുന്ന സന്താനങ്ങളെ ലഭിക്കും. ഇടവക്കൂറുകാർക്ക് സ്ത്രീ സന്താനങ്ങളും മിഥുനക്കൂറുകാർക്ക് സ്ത്രീ സന്താനങ്ങളും പുരുഷ സന്താനങ്ങളും ഉണ്ടാവും. സഹോദരകാരകനായ ചൊവ്വയുടെ നക്ഷത്രമാണ് മകയിരം. അതിനാൽ രക്തബന്ധത്തിലുള്ളവരോട് ഇവർക്ക് സ്നേഹം കൂടുതലായിരിക്കും. ഇടവക്കൂറുകാർക്ക് സഹോദരിയും മിഥുനക്കൂറുകാർക്ക് സഹോദരനുമായിരിക്കും. ഇടവക്കൂറിൻ്റെ 3ാം രാശി കർക്കിടകവും അതിൻ്റെ അധിപൻ ചന്ദ്രനുമാകിയാൽ ചന്ദ്രൻ്റെ വൃത്തിക്ഷയം പോലെ അകന്നും അടുത്തുമായിരിക്കും ഇവരുടെ സഹോദരി ബന്ധം. ചിലപ്പോൾ അകന്നും ചിലപ്പോൾ അടുത്തും, അതായത് ചിലപ്പോൾ പിണക്കം ചിലപ്പോൾ സ്നേഹം, ഇങ്ങനെയായിരിക്കും. എന്നാൽ മിഥുനക്കൂറുകാരുടെ സ്നേഹബന്ധം കൂടുതൽ ദൃഢവും ഊഷ്മളവുമായിരിക്കും. അത് സ്ഥിരമായിരിക്കുകയും ചെയ്യും. മകയിരനാളുകാരികൾക്ക് ശ്വാസകോശം, ശിരസ്, കഴുത്ത്, കണ്ണ്, വയറ് മുതലായ ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് രോഗസാധ്യതയുണ്ടാകും. അതുപോലെ തന്നെ ത്രിദോഷ സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാണ്. ഇവരുടെ ആദ്യ ദശ ചൊവ്വാദശയും പിന്നീട് രാഹു, വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ എന്നീ ക്രമത്തിലായിരിക്കും ദശാകാലം വരിക. എല്ലാവർക്കും ഒരു ശുഭദിനം തരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.